മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നെടുമ്പുരയ്ക്കൽ തറവാട് വിട്ട് അലീന ഇറങ്ങുകയാണെന്ന തീരുമാനത്തിൽ നിന്നും മാറാത്തതിൻ്റെ വിഷമത്തിലാണ് ബബിതയും കൃഷ്ണമോളും. എത്രയൊക്കെ പറഞ്ഞാലും ആ തീരുമാനത്തിൽ നിന്നും ചേച്ചി പിന്മാറില്ലെന്ന് അവർക്കുറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രോഹിത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. രോഹിത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് രോഹിത്ത് ഒരുപാട് വട്ടം ചിന്തിക്കുകയാണ്. ഒരുപാട് ആലോചനയ്ക്കൊടുവിൽ രോഹിത്ത് തീരുമാനമെടുക്കുകയാണ്. ചേച്ചിയെ കൊണ്ടുപോകാൻ വരുന്നത് അദ്ദേഹമാണല്ലോ, അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കാമെന്ന്. അങ്ങനെ നമ്പറെല്ലാം സംഘടിപ്പിച്ച് രേവതിക്കുട്ടിയുടെ അങ്കിളായ മാമച്ചൻ്റെ കയ്യിൽ നിന്നും നമ്പറെല്ലാം സംഘടിപ്പിച്ച് സ്റ്റാൻലിയെ വിളിക്കുകയാണ് രോഹിത്ത്. രോഹിത്ത് പരമാവധി സ്റ്റാൻലിയോടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളാരും പറഞ്ഞിട്ട് ചേച്ചി സമ്മതിക്കുന്നില്ല. അങ്കിള് വന്ന് വിളിച്ചാൽ ചേച്ചി പോകുന്നത് തന്നെയാണ് പറയുന്നത്. പക്ഷേ വീടിൻ്റെ താളം ആകെ തെറ്റും ചേച്ചി പോയി കഴിഞ്ഞാൽ. അമ്മയോ ഇങ്ങനെയൊക്കെയാണ്, അങ്കിളിനറിയാലോ അമ്മയുടെ സ്വഭാവം, ഞങ്ങളൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ എന്നെല്ലാം രോഹിത്ത് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അമ്മയെ തിരുത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്, അല്ലാതെ അലീനയുടെ ഭാവി ജീവിതത്തിൽ തടവെക്കാനല്ല നിങ്ങൾ നോക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അങ്കിളിന് അമ്മയുടെ സ്വഭാവം അറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. അമ്മ എത്ര തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ അതൊന്നും അനുസരിക്കുന്ന ഒരാളല്ല. അങ്കിളിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ എന്ന് പറയുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അറിയുന്ന വൈദ്യ അങ്ങനെയൊന്നും ആയിരുന്നില്ല രോഹിത്തെ. രോഹിത്ത് എന്നോട് അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി അറിയില്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങളാരും ഈ പറയുന്ന വൈദ്യയല്ല ഞാൻ മനസ്സിലാക്കിയതും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവിടെ നിർത്തുകയാണ്. വീണ്ടും സ്റ്റാൻലി തുടരുന്നുണ്ട്, നിങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് വൈജയുടെ ഈ മാറ്റം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു പക്ഷേ ബാലചന്ദ്രനും മനസ്സിലായി കാണും. പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് അതൊക്കെ ഉൾക്കൊള്ളുക? അദ്ദേഹത്തെ എല്ലാവരും കൂടി ചതിച്ചു എന്നൊരു പോയിന്റ് മാത്രം മതിയല്ലോ എല്ലാവരോടും അദ്ദേഹത്തിന് ദേഷ്യം തോന്നാൻ. അദ്ദേഹത്തെ തിരുത്താനായിട്ട് നമുക്ക് ആർക്കും അവകാശമില്ല രോഹിത്തെ. രോഹിത്ത് ഒരിക്കൽ കൂടി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അങ്കിളെ എൻ്റെ അപേക്ഷ ഒന്ന് പരിഗണിക്കുമോ എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, ഇപ്പോൾ തൽക്കാലം അതിന് നിവർത്തിയില്ല. ഞാൻ എന്തായാലും നാളെ പോയിട്ട് അലീനയെ കൊണ്ടുവരട്ടെ, എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചവിടെ കൊണ്ടുവന്ന് അയക്കാമെന്ന തീരുമാനം മാത്രമാണ് എനിക്കിപ്പോൾ രോഹിത്തിനോട് പറയാൻ കഴിയും. ഞാൻ കുറച്ച് മുമ്പ് രോഹിത്തിനോട് പറഞ്ഞിരുന്നു അലീനയെ തിരിച്ചയക്കുന്ന കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ലെന്ന്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു, അലീനയുമായി ഞാൻ സംസാരിച്ചിട്ട് അലീനയ്ക്ക് ഏതാണോ കംഫർട്ട് അതിനോട് യോജിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം 10-23 വർഷമായിട്ട് അവൾ ഒരച്ഛനോ അമ്മയോ ആരാണെന്നറിയാതെ വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ഇനിയെങ്കിലും ഈ അച്ഛനെയോ അമ്മയെയും അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബക്കാരെ കൊണ്ടും അമ്മയുടെ വീട്ടുകാരെ കൊണ്ടും ഒരു ഉപദ്രവം ഒരിക്കലും ഉണ്ടാവരുത്. ഇങ്ങനെ ഒരാൾക്കാർ എൻ്റെ ജീവിതത്തിൽ വരേണ്ടിയില്ലായിരുന്നല്ലോ എന്ന് അവൾക്ക് തോന്നരുത് എന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. രോഹിത്ത് എന്തായാലും സമാധാനമായിട്ട് തന്നെ പോയിരുന്ന് പഠിക്കാനൊക്കെ നോക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിൽ കയറ്റി വെച്ച് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട. ഒരു ജന്മം മുഴുവൻ സഹിക്കാനുള്ള ടെൻഷൻ ഇപ്പോൾ തന്നെ തലയ്ക്ക് മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, അത് തന്നെ ധാരാളമല്ലേ. ഇനി ചേച്ചിയുടെ കഥകൾ കൂടി തലയിൽ കയറ്റി വെച്ചിട്ട് കൂടുതൽ ടെൻഷനൊന്നും അടിക്കണ്ട. അത് ഞങ്ങൾ വലിയവർ തീരുമാനിച്ചോളാം. എന്തായാലും നിങ്ങൾക്ക് ആർക്കും ദ്രോഹം ചെയ്യുന്ന രീതിയിൽ ഞാൻ ചെയ്യില്ല രോഹിത്തെ എന്ന് സ്റ്റാൻലി വാക്ക് കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പോൾ രോഹിത്തിന് വല്ലാത്ത സമാധാനം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയുകയാണ്, അങ്കിളിൻ്റെ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനിപ്പോൾ സമാധാനത്തോടു കൂടി തന്നെയാണ് കേട്ടോ കോള് കട്ട് ചെയ്യുന്നത്. അങ്കിളിനോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ വിചാരിച്ച കാര്യം നടക്കില്ലേ, മാനസികമായിട്ട് ഒരു സന്തോഷം കിട്ടില്ലേ എന്നൊക്കെ. ശരി അങ്കിളെ, എന്നാൽ ഞാൻ കോള് കട്ട് ചെയ്യാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് കോള് കട്ട് ചെയ്യാണ്. രോഹിത്തിൻ്റെ കോള് കട്ടായതിന് ശേഷം സ്റ്റാൻലി ചിന്തിക്കുകയായിരുന്നു, അലീനയോട് ഇവർക്കൊക്കെ എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. അമ്മയുടെ വഴിവിട്ടൊരു ബന്ധത്തിലുണ്ടായ ഒരു മകളാണെന്നൊരു ചിന്ത പോലും അവർക്കില്ലല്ലോ. എത്രമാത്രമാണ് അവർ അലീനയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി സ്വയം ചിന്തിക്കുകയാണ്. ആ സമയത്താണ് സ്റ്റാൻലിയുടെ വൈഫ് അവരുടെ അരികിലേക്ക് വരുന്നത്.
അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, വല്ലാത്തൊരു ടെൻഷനിലായിരുന്നല്ലോ സംസാരം എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അലീനയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അലീനയ്ക്ക് ഈ കഴിഞ്ഞ 23 വർഷം നിഷേധിക്കപ്പെട്ടത് എത്രമാത്രം സ്നേഹം നിറഞ്ഞ കുടുംബക്കാരെ ആയിരുന്നു എന്നല്ല. കാരണം അവൾ എത്തിപ്പെടേണ്ട സമയം വളരെ അതിക്രമിച്ചിരുന്നു. അതൊരു പക്ഷേ എൻ്റെ അടുത്തായാലും വൈജയുടെ അടുത്തായാലും. അപ്പോൾ ആൻസി സ്റ്റാൻലിയുടെ വൈഫ് പറയുകയാണ്, പക്ഷേ സ്റ്റാൻലി ചായ, ഒരു കാര്യമുണ്ട് കേട്ടോ, ആ പെൺകുട്ടി ഒരുപാട് സഹിച്ചിരുന്നു. ഈ 23 വർഷം അവരിലേക്ക് എത്തിപ്പെട്ടില്ല എന്ന് പറയുന്നതിനേക്കാളും ആ പെൺകുട്ടി ഒരുപാട് സഹിച്ചിട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവൾക്കായ സന്തോഷമൊക്കെ കിട്ടുന്നത്. അവളുടെ സഹോദരിയെയും സഹോദരൻ്റെയും ഒക്കെ സ്നേഹം അവൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ അനുഭവിച്ച ത്യാഗം എത്രയാണെന്ന് സ്റ്റാൻലി ചായനെ അറിയില്ലേ? സഹോദരൻ്റെ കയ്യിൽ നിന്നും ഏറ്റ പീഡനങ്ങൾ, അമ്മയുടെയും അമ്മയുടെ സഹോദരന്മാരുടെയും കയ്യിൽ നിന്നേറ്റ വധശ്രമ ഭീഷണി, എന്തൊക്കെയാണ് ആ കുട്ടി സഹിച്ചത്. ഇപ്പോഴും എല്ലാം നേരെയൊന്നും ആയിട്ടില്ലല്ലോ. ആ കുട്ടിയുടെ അവസ്ഥ ഇപ്പം എന്താണെന്ന് സ്റ്റാൻലി ചായൻ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എവിടെയെങ്കിലും ആ കുട്ടി ഒന്ന് സമാധാനമായിട്ട് നിലകൊണ്ട് നിന്ന് വരുമ്പോഴേക്കും ആ കുട്ടിക്ക് മറ്റൊരിടത്തേക്ക് പറിച്ച് നടേണ്ടി വരുന്നു. ഒരിടത്തൊന്ന് വേരോടി വരുമ്പോഴേക്കും ആ വേരോട് കൂടിയാണ് പറിച്ച് മറ്റൊരിടത്തേക്ക് നടാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ്? ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നതിന് ഞാൻ എതിർക്കുന്നതായിട്ട് സ്റ്റാൻലി ചായന് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാനൊന്നും പറയാത്തത്. അല്ലെങ്കിൽ പിന്നെ ഇച്ചായൻ തന്നെ തീരുമാനിക്കണം ആ കുട്ടിയെ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിർത്തണമെന്നൊരു തീരുമാനം. അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഓക്കെ ആണെന്ന് മുന്നേ കൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ആ കാര്യത്തിൽ പ്രശ്നമില്ല. പിന്നെ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചുമതല മാത്രമാണ് ഞാൻ ഇച്ചായനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതെന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇച്ചായൻ്റെ ഫാമിലി, അതും ഇച്ചായൻ തന്നെ പറയേണ്ടതാണ്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഫാമിലി, അതൊരിക്കലും ഇച്ചായൻ പേടിക്കേണ്ട കാര്യമില്ല. അതും ഞാൻ ഇച്ചായനോട് മുന്നേ കൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കില്ലാത്ത പ്രശ്നം എൻ്റെ ഫാമിലിക്ക് ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ, അതും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. ഇച്ചായനും ഞാനും ഒന്നിക്കുന്ന ആ ദിവസത്തിന് മുമ്പ് പോലും ഇച്ചായൻ എന്നോട് പറഞ്ഞതാണ് ഇച്ചായൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ആ പാസ്റ്റിനെ കുറിച്ചിട്ട്. അതിനുശേഷം ഇച്ചായൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിലൊന്നും വിഷമില്ല. പക്ഷേ ഇച്ചായൻ തീരുമാനിക്കണം, ആ കുട്ടി ഇവിടെയാണെങ്കിൽ അവൾ ഇനി മുതൽ ഇവിടെ തന്നെ ആയിരിക്കും. ഒരുപാട് കാലമൊന്നുമില്ല, പെൺകുട്ടികളല്ലേ ഞങ്ങൾക്ക്. പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, കൂടി വന്നാൽ ഒരു 25-26 വയസ്സ് വരെ മാത്രമാണ് ഞങ്ങൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ കഴിയാൻ പറ്റുക. അത് കഴിഞ്ഞാൽ മറ്റൊരു വീട്, മറ്റൊരച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, പിന്നെ കുട്ടികൾ, അങ്ങനെയാകും. അപ്പോൾ അതുവരെയെങ്കിലും ആ കുട്ടി നമ്മളുടെ ഒപ്പം നിൽക്കട്ടെ, എന്നിട്ട് നമ്മൾ തീരുമാനിക്കാം. ആ കുട്ടിക്ക് മനസ്സിൽ വേറെ ആരും അവൾ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നല്ലൊരു പയ്യനെ ആലോചിച്ച് അവളെ വിവാഹം കഴിച്ചയക്കാം. അങ്ങനെ ഒരു തീരുമാനം ചായൻ എടുക്കണം. അവളുടെ മനസ്സിൽ അങ്ങനെ ആരും ഉണ്ടാവുമൊന്നുമില്ല ആൻസി. കാരണം അവൾ വളർന്ന സാഹചര്യം, അവളുടെ മനസ്സ് അങ്ങനെയൊക്കെയാണത് എന്ന് സ്റ്റാൻലി ആൻസിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. വീണ്ടും ആ സ്ത്രീ സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇച്ചായൻ ഇപ്പോൾ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, തീരുമാനം വേറെ ഒന്നുമല്ല, എന്തായാലും നാളെ നമ്മൾ പോയി അലീനയെ കൊണ്ടുവരികയാണല്ലോ. അതിനുശേഷം മക്കളൊക്കെ വരട്ടെ, അവരോട് ഈ ചേച്ചിയെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അവർ പോകുമ്പോഴത്തേനൊന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം ഇനിയത്തെ വരവ് അവർ വരുമ്പോൾ നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവരത്യാവശ്യം ബുദ്ധിയുള്ള കുട്ടികളല്ലേ, അവർക്കൊരു പക്ഷേ കാര്യങ്ങൾ മനസ്സിലായേക്കാം എന്ന് പറയുമ്പോൾ ആൻസി പറയുന്നുണ്ട്, അതൊക്കെ ഇച്ചായൻ്റെ മിടുക്ക് പോലെ ഇരിക്കും. എന്തായാലും നാളെ എപ്പോഴാണ് അലീനയുടെ അടുത്ത് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് അതിരാവിലെ തന്നെ പോകണം, അവിടെ നിന്ന് അലീനയെ പിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഊട്ടിക്ക് പോവേണ്ടതാണെന്നൊക്കെ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പിറ്റേ ദിവസമേ വരത്തുള്ളൂ, നമ്മളിവിടെ എത്തിയതിന് ശേഷമേ അവർ വരത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എത്താൻ ഡിലേ ആയാൽ അവരിവിടെ തനിച്ചായി പോവില്ലേ എന്നൊക്കെ സ്റ്റാൻലി പറയുന്നുണ്ട്.
അപ്പോൾ ഒരിക്കൽ കൂടി ആൻസി പറയുകയാണ്, ഈ അലീന എന്ന് പറയുന്ന കുട്ടിയെ ഈ പറിച്ച് നടുന്നത് ഇതോടുകൂടി അവസാനിപ്പിച്ചേക്കണേ ഇച്ചായ. എനിക്ക് മനസ്സിലായ ആൻസി, നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ആൻസിയോടും പറയുകയാണ്. അങ്ങനെ അവർ അന്നത്തെ രാത്രി കിടന്നുറങ്ങാനുള്ള തീരുമാനത്തിലാണ്. എന്നാൽ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വളരെയധികം വിഷമത്തോടു കൂടിയാണ് അന്നത്തെ രാത്രി കഴിഞ്ഞുകൂടി പോകുന്നത്. അലീന പോകുന്ന വിഷമം ബബിതയ്ക്കും കൃഷ്ണമോൾക്കും വൈജയ്ക്കും അതിലേറെ ബാലചന്ദ്രനും ഉണ്ട്. ബാലചന്ദ്രൻ അലീനയെ കാണാനായിട്ട് റൂമിലേക്ക് ചെല്ലാണ്. അലീനയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ മോളെ എന്ന്. അപ്പോൾ ബാലചന്ദ്രനോട് അലീന ചോദിക്കുന്നുണ്ട്, എനിക്ക് ദേഷ്യം എന്തിനാണെന്നും കൂടി അച്ഛൻ എന്നോട് പറയണം. ഇത്രയും നാൾ എന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചതിനാണോ എനിക്ക് അച്ഛനോട് ദേഷ്യം തോന്നേണ്ടത്? എന്നെ കുത്തിപ്പറിക്കാൻ വേണ്ടി നിന്നിരുന്ന ഓരോ ആൾക്കാരുടെ മുമ്പിൽ നിന്നും സ്വന്തം മകളാണെന്ന ചിറകിൽ ഒതുക്കി വെച്ച് എന്നെ സംരക്ഷിച്ചതിനാണോ ഞാൻ അച്ഛനെ വെറുക്കേണ്ടത്? അച്ഛൻ ആരോട് ചോദിച്ചാലും ഈ ചോദ്യം എന്നോട് ഒരിക്കലും ചോദിക്കരുത് ട്ടാ എന്നൊക്കെ അലീന പറഞ്ഞ് വല്ലാത്ത വിഷമത്തിലാണ് അവർ രണ്ടാളും അന്നത്തെ ദിവസം. അപ്പോൾ ഇവർ രണ്ടാളുടെയും സംസാരമൊക്കെ വൈജ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. വൈജയ്ക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. കാരണം താൻ ആദ്യമേ ഇതൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അലീന വന്നപ്പോൾ ഒരു പ്രശ്നവും താനായിട്ടുണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു എന്നൊക്കെ വൈജ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. പക്ഷേ ഇനിയൊന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാനേ നടക്കുള്ളൂ എന്നൊക്കെ വൈജ മനസ്സുകൊണ്ട് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വൈജയും തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. ബാലചന്ദ്രൻ അലീനയോട് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നോ, അതിരാവിലെ തന്നെ സ്റ്റാൻലി വരുന്നല്ലേ പറഞ്ഞിരിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, രാവിലെ തന്നെ വരാമെന്ന് അച്ഛാ പറഞ്ഞിരിക്കുന്നത്, മെസ്സേജും ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഞാനെങ്കിലും എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ അപ്പോൾ എല്ലാം അടക്കി പറക്കി പോവുകയാണോ മോളെ? മറന്നു വെച്ചു എന്ന് പറയാൻ മാത്രം ഒന്നുമില്ലാത്ത അർത്ഥത്തിൽ? അച്ഛാ അങ്ങനെയല്ല, ഇമ്പോർട്ടൻ്റ് ആയത്. പിന്നെ അങ്ങനെ പറക്കിക്കൊണ്ട് പോവാനും എടുത്ത് വെക്കാനും മാത്രം എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ അച്ഛാ, ഇടുന്ന ഡ്രസ്സുകളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോഴായിരുന്നു ബാലചന്ദ്രനെ എന്തോ ഒന്ന് മറന്ന പോലെ അലീനയോട് ബാലചന്ദ്രൻ ഉറങ്ങല്ലേ, അച്ഛനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. ബാലചന്ദ്രൻ മുറിയിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബാഗ് തുറന്ന് ബാഗിൽ നിന്നും ഒരു ബോക്സുമായിട്ട് അലീനയുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ നിന്നിട്ട് വൈജ പെട്ടെന്ന് കാണുകയാണ് ബാലചന്ദ്രൻ ധൃതിക്ക് പോകുന്നതും തിരിച്ച് അതേപോലെ തന്നെ എന്തോ എടുത്ത് വരുന്നതൊക്കെ. അപ്പോൾ അതെന്താണെന്നറിയാൻ വീണ്ടും വൈജ പതുക്കെ ഇറങ്ങി അലീനയുടെ റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ്റെ കയ്യിൽ അവരുടെ തന്നെ ഒരു ജ്വല്ലറി ബോക്സ് ആയിരുന്നു. അലീനയുടെ മുമ്പിലേക്കായിട്ട് ബാലചന്ദ്രൻ അത് നീട്ടിക്കൊണ്ട് ആ ജ്വല്ലറി ബോക്സ് തുറക്കുകയാണ്. അപ്പോൾ അതിൽ അലീനയ്ക്കായിട്ട് ഒരു മാലയും കയ്യുമ്മലിടുന്നതായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. അപ്പോൾ അത് അലീനയ്ക്ക് നേരെ നീട്ടിയിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത് അച്ഛനെ നീ എപ്പോഴും ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എടുത്തിട്ട് വന്നതാണ് നിനക്ക് വേണ്ടിയിട്ട്. നീ ഇന്ന് ഇതിട്ടിട്ട് വേണം നാളെ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോവാൻ. അവിടെ ചെന്ന് കഴിഞ്ഞാലും അവരൊരുപാട് സമ്മാനങ്ങൾ ഇതിനേക്കാളും വലുത് നിനക്ക് സമ്മാനിച്ചേക്കാം. പക്ഷേ അതിനു മുമ്പിൽ അച്ഛനീ തരുന്ന സമ്മാനം നീ ഊരി മാറ്റുകയോ അഴിച്ചു മാറ്റുകയോ ഊരി വയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. അച്ഛനെ നീ എപ്പോഴും ഇതണിഞ്ഞുകൊണ്ട് നീ കണ്ണാടി നോക്കുമ്പോൾ അച്ഛനെ ഓർക്കാനാണെന്ന്. അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ് ബാലചന്ദ്രൻ്റെ ഓരോ വാക്കുകളും കേട്ടിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ്റെ അരികിലേക്കായിട്ട് കുറച്ചും കൂടി നീങ്ങി നിന്നിട്ട് അപ്പോഴും അലീന ആ ബോക്സ് വാങ്ങിച്ചിട്ടില്ല. ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അലീന പറയുന്നുണ്ട്, അച്ഛനെ ഓർക്കാനായിട്ട് എനിക്ക് ഈ ജ്വല്ലറിയുടെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛാ? ഞാൻ ഈ മാലയും ബ്രേസ്ലെറ്റും ഒക്കെ അണിഞ്ഞാൽ മാത്രമാണോ എൻ്റെ അച്ഛനെ ഓർക്കുക? അച്ഛൻ അങ്ങനെയാണോ എന്നെ ഇപ്പോഴും കാണുന്നത്? എനിക്കിതൊന്നും വേണ്ട. അച്ഛൻ്റെ സ്നേഹവും ഈ കരുതലും അത് മാത്രം മതി. അച്ഛൻ വിളിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കണം എനിക്ക് പെട്ടെന്ന് തിരിച്ച് വരാനായിട്ട്. എനിക്ക് ബബിതയെയും കൃഷ്ണമോളെയും ഒന്നും വിട്ട് പിരിഞ്ഞ് നിൽക്കാൻ എനിക്ക് വയ്യ അച്ഛാ. അന്ന് പോലും അച്ഛൻ എന്നോട് എൻ്റെ പപ്പയെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ പറഞ്ഞയച്ചാൽ നീ പോവില്ലേ എന്ന് ചോദിച്ചപ്പോൾ
എൻ്റെ മനസ്സ് പറഞ്ഞതില്ലെന്നാണ്. പക്ഷേ അച്ഛൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ മാത്രമാണ് ഞാനന്ന് പോകാമെന്ന് പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ കൂടെ പോയതും. പിന്നെ ഈ അലീനയ്ക്ക് എവിടെയായാലും ഒരുപോലെയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ ഞാൻ അവിടെ കഴിഞ്ഞുകൂടി പോകുന്ന ഓരോ ദിവസങ്ങളും എൻ്റെ ഉള്ളിൽ നീറുകയായിരുന്നു. ബബിതയെയും കൃഷ്ണമോളെയും ഒക്കെ വിട്ടുപിരിഞ്ഞ് നിൽക്കാൻ എനിക്കിപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അത് പറഞ്ഞപ്പോഴേക്കും അലീന വല്ലാതെ കരയാൻ തുടങ്ങി. താൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പോലും അലീനയ്ക്ക് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അലീന മാറുകയാണ്. എനിക്കറിയാം മോളെ, നീ ഈ അച്ഛനെ ഓർത്തിട്ട് മാത്രമാണ് അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നീ സമ്മതം നൽകി നിൽക്കുന്നതെന്ന്. എല്ലാ കാര്യത്തിലും മറ്റുള്ളവരുടെ സന്തോഷം മാത്രമാണ് നീ നോക്കുന്നതെന്നും അറിയാം. പക്ഷെ ഇനിയെങ്കിലും നീ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കണം. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിരിക്കണം അത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. നീ അത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നീ അതൊക്കെ വേണ്ടാന്ന് വെച്ചിരിക്കുന്നതെന്നും അറിയാം. അത് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും മോള് കിടന്നുറങ്ങാൻ നോക്ക്, അതിരാവിലെ യാത്ര ചെയ്യാനുള്ളതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിർബന്ധിച്ച് ആ ബോക്സ് വെച്ച് കൊടുത്തതിന് ശേഷം ബാലചന്ദ്രൻ പുറത്തേക്ക് കടക്കുകയാണ്. അലീനയുടെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ബാലചന്ദ്രൻ്റെ മുമ്പിലായിട്ട് ചെന്ന് പെട്ടത് വൈജയായിരുന്നു. വൈജ ഇവരുടെ സംഭാഷണങ്ങളെല്ലാം കേട്ട് താനും വല്ലാത്ത വിഷമത്തിലായതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ പുറത്തേക്കിറങ്ങി വരുന്നത് വൈജ ശ്രദ്ധിച്ചിരുന്നില്ല. വൈജ പെട്ടെന്നായിപ്പോയി ബാലചന്ദ്രൻ്റെ മുഖത്തും നോക്കിപ്പോയി. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പെട്ടെന്ന് നിന്നുപോയി. വൈജയ്ക്ക് പെട്ടെന്ന് വല്ലാത്തൊരു നാണക്കേട് തോന്നി. കാരണം ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു എന്ന് ബാലചന്ദ്രന് മനസ്സിലായല്ലോ എന്ന്. പക്ഷേ ബാലചന്ദ്രൻ്റെ ആ സമയത്തെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ബാലചന്ദ്രൻ ഒന്നും തന്നെ വൈജയെ കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നില്ല. വൈജയ്ക്കും ഒന്നും പറയാൻ തോന്നിയില്ല. ബാലചന്ദ്രൻ തൻ്റെ മുറിയിൽ കയറി വാതിൽ അടച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വൈജ അലീനയുടെ മുറിയിലേക്ക് കയറുകയാണ്. അപ്പോൾ അലീനയുടെ മുറിയിലേക്ക് ചെല്ലുന്ന വൈജ കാണുന്നത് അച്ഛൻ നൽകിയ ബോക്സിലെ വല്ലാതെ വിഷമത്തോടു കൂടി നോക്കി നിൽക്കുന്ന അലീനയായിരുന്നു. പതിയെ വൈജ അലീനയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒന്ന് സംസാരിക്കണമായിരുന്നു, എന്നോട് സംസാരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അലീന പ്രതീക്ഷിക്കാതെയായിരുന്നു ബാക്കിൽ നിന്നും തൻ്റെ അമ്മയുടെ ശബ്ദം കേൾക്കുന്നത്. അലീന പെട്ടെന്ന് ആ ബോക്സ് അടച്ച് പെട്ടെന്നിങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, എനിക്കൊന്ന് സംസാരിക്കാനായിരുന്നു, ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന്. അപ്പോൾ അലീന പറയുകയാണ്, എനിക്ക് സംസാരിക്കാനും ബുദ്ധിമുട്ടില്ല, സംസാരം കേൾക്കുന്നതുകൊണ്ടും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇപ്പം അതിനുള്ള മാനസികാവസ്ഥ എനിക്കില്ല, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിടണം എന്ന്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാനൊരു ആർഗ്യുമെൻ്റ് നടത്തി തർക്കിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ ഒന്നും എന്നിലേക്ക് പിടിച്ചടക്കാനോ ഞാൻ വന്നതല്ല അലീന. ഞാൻ പറയുന്നത് ഒരല്പമെങ്കിലും ഒന്ന് കേൾക്കാനുള്ള മാനസികാവസ്ഥ കാണിക്കണമെന്ന്. അലീന ആ ബോക്സുമായിട്ട് മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ എന്ന രീതിയിൽ തന്നെ. അപ്പോൾ വൈജയ്ക്കും മനസ്സിലായി മൗനം സമ്മതം എന്ന രീതിയിൽ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഒരു കാലത്ത് നീ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ വല്ലാതെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് വാശി പിടിച്ച് ഗംഗേട്ടൻ്റെ വീട്ടിലേക്ക് മാറി നിന്നപ്പോഴൊക്കെ നീ എന്നോട് പറഞ്ഞിരുന്നു, ഒരിക്കൽ മാഡം എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരിച്ചു വിളിക്കാൻ വരുമെന്ന്. ആ സമയത്തൊരു പക്ഷേ ഞാൻ കൂടെ വരണമെന്നില്ല എന്ന്. അങ്ങനെ എന്നെ വിളിക്കാൻ ഒരിക്കലും മാഡം ശ്രമിക്കരുതെന്ന്. അതിനൊന്നും അർത്ഥം എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല. ഇന്ന് ഞാനതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സൊരുപാട് വേദനിക്കുന്നുമുണ്ട്. അതൊരു പക്ഷേ നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ, ഒരമ്മയായതിന് ശേഷം മക്കൾ നിഷേധിക്കപ്പെട്ട് നിൽക്കുമ്പോഴുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് അതൊരമ്മയായതിന് ശേഷവും ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും മാത്രമാണ് മനസ്സിലാവുക. ഇപ്പോൾ ഞാനത് പറയുമ്പോൾ നിനക്കതൊരു കഥയായിട്ട് മാത്രം തോന്നിയേക്കാം. അലീന ഒരു ചെറു പുഞ്ചിരിയോടെ വൈജയുടെ ആ വാക്കുകളെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ് ചിരിക്കുന്ന പോലെ ചിരിച്ചു. അലീന എന്നിട്ട് പറഞ്ഞു, എന്താ ഇപ്പോൾ പറഞ്ഞത്? ഒരമ്മയായതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അത് മനസ്സിലാവുന്നല്ലേ. ഞാൻ കേട്ടിട്ടുള്ളത് അമ്മമാർക്ക് തൻ്റെ മക്കളോളം പ്രായം വന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കും എന്നാണ്.
പക്ഷേ മാഡത്തിൻ്റെ അടുത്തുനിന്ന് ഞാൻ അതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല മാഡം. ഒരിക്കൽ പോലും ഞാൻ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. മാഡത്തിന് അങ്ങനെ ഒരു വികാരമുണ്ടോയെന്ന് പോലും എനിക്കൊരു സംശയമായിരുന്നു. ഒരമ്മ എന്നോ അല്ലെങ്കിൽ ഒരിക്കൽ താനൊരു മകളെ ഉപേക്ഷിച്ചിരുന്നു, ഇപ്പോൾ അല്ലെങ്കിൽ മാഡം തന്നെ പലപ്പോഴും പറഞ്ഞു മാഡം ഉപേക്ഷിച്ചതല്ലെന്ന്. അപ്പോൾ മാഡത്തിന് അങ്ങനെ ഒരു കുഞ്ഞ് മരിച്ചു പോയി, ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും പ്രായമുണ്ടായേനെ എന്നുള്ളൊരു ചിന്തയുള്ള ഒരു അമ്മയായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ മാഡം എന്നെ തള്ളിക്കളയില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു പട്ടിക്ക് കൊടുക്കുന്നൊരു വില പോലും മാഡം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. മാഡത്തിൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോഴും അല്ലെങ്കിൽ മാഡത്തിൻ്റെ വീട്ടിൽ കൊല്ലപ്പള്ളി വീട്ടിൽ ഞാൻ നിൽക്കുമ്പോഴും വൈജ മാഡം എന്ന് പറയുന്ന വ്യക്തി, ഈ കമല എന്ന് പറയുന്ന വ്യക്തിക്ക് എന്നെ ഉപദ്രവിക്കാനുള്ള ഓരോ വഴികളായിരുന്നു പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അതൊക്കെ ഒരുപാട് വേദനയോടെയാണ് ഞാൻ കേട്ട് നിന്നിട്ടുള്ളത്. കാരണം എൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണല്ലോ മാഡം ഇതൊക്കെ പറയുന്നത്. എനിക്കറിയാമായിരുന്നു എൻ്റെ ആരാണ് ഈ നിൽക്കുന്നത്, എന്നെക്കുറിച്ച് എന്താണ് ഈ പറയുന്നതെന്ന്. സ്വന്തം ഭർത്താവിനെയും തൻ്റെ മകളെയും കൂട്ടിവെച്ച് മാഡം ഉണ്ടാക്കിയ ഓരോ കഥകളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അതൊക്കെ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടില്ലെന്നും മാത്രമേ ഉള്ളൂ മാഡം. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് ശക്തി കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചിരുന്നത്. കാരണം ഞാൻ വലിഞ്ഞു കയറി വന്ന ആളാണല്ലോ. ഈ മുറിക്കും ഈ മുറിയുടെ ബാത്റൂമുകൾക്ക് മാത്രം അറിയാം ഞാൻ കരഞ്ഞു കൂട്ടിയ ഓരോ രാത്രികളും, മേഡത്തിൻ്റെ ഓരോ കുത്തുവാക്കുകളും. ഞാൻ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും എൻ്റെ അമ്മയെയും എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയെക്കാളും എൻ്റെ മറ്റു 3 സഹോദരങ്ങളെ ഞാൻ കാണുന്നതിനേക്കാളും മുമ്പ് കണ്ടതാണ് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ വലിയ വ്യക്തിയെ. ആ നിമിഷം എൻ്റെ മനസ്സിൽ കടന്ന് കയറിയതാണ് അച്ഛൻ എന്ന സ്ഥാനമാണല്ലോ എനിക്ക് അദ്ദേഹമെന്ന്. ആ അദ്ദേഹത്തെയും കൂട്ടി വെച്ചിട്ടാണ് മാഡം ആദ്യമൊക്കെ എന്നെ ഒരേന്ന് പറഞ്ഞു കൂട്ടിയത്. അതിനൊന്നും മാഡത്തിന് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. മാഡത്തിൻ്റെ മകളുടെ പ്രായം മാത്രമാണ് എനിക്കുള്ളതെന്ന് പോലും മാഡം ചിന്തിച്ചിരുന്നില്ല. ഓരോ ദുഷിച്ച സംസാരങ്ങൾ മാഡം എനിക്ക് നേരെ നീട്ടുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളില്ലേ, അതൊക്കെ ഞാൻ മാഡത്തിൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാം സഹിച്ച് ഞാനിവിടെ നിന്ന് പോകാമെന്നാണെങ്കിലും അപ്പോഴും മാഡം എന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെ നടന്നുകൂട്ടി. ആ മാഡം തന്നെയാണോ ഈ പറയുന്നത് ഒരമ്മയുടെ സ്ഥാനമെന്നൊക്കെ? എനിക്ക് മനസ്സിലാവുന്നില്ല മാഡം. അലീന ഓരോ വാക്കുകൾ പറയുമ്പോഴും വൈജ ഇടയ്ക്കെപ്പോഴോ ചെവി വല്ലാതെ തൻ്റെ കൈകൾ കൊണ്ട് വല്ലാതെ പൊത്തിപ്പിടിക്കുന്നതായിട്ട് അലീന കണ്ടിരുന്നു. പെട്ടെന്ന് വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് അലറി വിളിച്ച പോലെ പറഞ്ഞു, നിർത്തലീന, ഒന്ന് കുറേ സമയമായിട്ടുണ്ട്, നിർത്താനാ പറഞ്ഞതെന്ന്. അലീന പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് തൻ്റെ സംസാരം നിർത്താണ്. അലീനയോടായിട്ട് വൈജ കുറച്ചും കൂടി അവളുടെ ഫ്രണ്ടിലേക്ക് അടുത്ത് നിന്നിട്ട് അവളുടെ ഷോൾഡറിൽ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും എന്നെ പരിഹസിക്കാനാണോ എന്നെ മാഡം മാഡം എന്ന് വിളിക്കുന്നത്? നീ വന്ന നാൾ മുതൽ നിനക്കറിയാവുന്നതാണ് ഞാൻ നിൻ്റെ അമ്മയാണെന്ന്. അമ്മയാണ് മകളെ തിരിച്ചറിയാൻ വൈകിയത്. പക്ഷേ മകൾ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അമ്മയുടെ മുമ്പിലേക്ക് വന്നത്. നിനക്ക് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി ദേഷ്യത്തോടു കൂടിയെങ്കിലും പറയായിരുന്നു, നിങ്ങളൊരിക്കൽ പ്രസവിച്ച് തള്ളിക്കളഞ്ഞൊരു മകളാണ് ഈ നിൽക്കുന്നതെന്ന്. പക്ഷേ അതുപോലും നീ എന്നോട് ചെയ്തില്ല. എന്നിട്ട് കുറ്റം മുഴുവനും എനിക്ക് മാത്രമായിരുന്നു. ഈ നിൽപ്പിലും ഞാൻ ആഗ്രഹിക്കുന്നത്, നീ നാളെ മുതൽ ഒന്നും എനിക്ക് മുമ്പിൽ വെച്ച് നീട്ടണ്ട അലീന. എന്നോട് ഒരിക്കൽ പോലും നീ നാളെ പോകുമ്പോൾ ഒരു യാത്ര പോലും നീ എന്നോട് പറയണ്ട. പക്ഷേ ഈ നിൽക്കുന്ന നിൽപ്പിൽ എന്നെ ഒന്ന് അമ്മയെന്നൊന്ന് വിളിക്കോ? ഞാൻ ആദ്യമായിട്ട് പ്രസവിച്ച എൻ്റെ മകളല്ലേ. ആ വിളിക്കായിട്ട് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായെന്ന് നിനക്കറിയോ? വൈജ അത് പറഞ്ഞു നിർത്തിയപ്പോൾ അലീന പോലും അറിയാതെ അവളുടെ കണ്ണ് വല്ലാതെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. വൈജ അത് കാണാതിരിക്കാൻ അവൾ വൈജയിൽ നിന്നും പുറംതിരിഞ്ഞു നിന്നു. വൈജ ഇടറിയ ശബ്ദത്തോടു കൂടി വിളിച്ചു, മോളെ അലീനെ, എന്നെ അമ്മയെന്നൊന്ന് വിളിക്കടി നീയേ. എന്നിട്ട് നീ എന്നെ ഇട്ടിട്ട് പോയാലും ഇനി നീ വരുന്നത് വരെയെങ്കിലും നീ വിളിക്കുന്ന വിളി എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. എനിക്ക് ക്ഷമ തരണമെന്ന് ഞാൻ പറയുന്നില്ല അലീനെ.
എന്നെ അമ്മേ എന്ന് നീ ഒന്ന് വിളിച്ചാൽ ഈ നിമിഷം ഞാൻ ഈ മുറി വിട്ട് പോയിക്കോളാം. വേറെ ഒന്നിനും വേണ്ടിയല്ല ഞാനിപ്പോൾ വന്നത്. അലീനയ്ക്ക് തൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്നും ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ആ വരുന്ന ശബ്ദത്തിന് വല്ലാത്ത ഇടർച്ചയുണ്ടാവുമെന്ന് അലീനയ്ക്ക് ഉറപ്പായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ പുറം തിരിഞ്ഞ് തന്നെ നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോയുമായി അടുത്ത എപ്പിസോഡിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ശുഭരാത്രി.